കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റ് ചൂടുപിടിച്ച ചർച്ചയ്ക്ക് വേദിയായി. മറ്റൊന്നുമല്ല, വന്ദേമാതരം എന്ന വിശ്വപ്രസിദ്ധമായ ദേശാഭിമാനത്തിൻ്റെ ഉണർത്തുപാട്ട്, ഉണർത്തുമന്ത്രം രചിക്കപ്പെട്ടിട്ട് 150 വർഷം തികയുകയാണ്. അതിൻ്റെ 150ാം പിറന്നാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ വന്ദേമാതരത്തെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിച്ചു. അതിൽ പ്രധാനമന്ത്രിയാണ് തുടക്കമിട്ട് പ്രസംഗിച്ചത്. അദ്ദേഹം വന്ദേമാതരം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും ധീരദേശാഭിമാനികളെ അതെങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും അതുണ്ടാക്കിയ അനുരണനങ്ങൾ എന്താണെന്നും അത് നൽകിയ ഊർജം എന്താണെന്നും അത് ഭാവി സ്വതന്ത്ര ഭാരതത്തെ കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ അക്കമിട്ട് നിരത്തി. കൂട്ടത്തിൽ വന്ദേമാതരം എന്ന ആ വിശ്വപ്രസിദ്ധമായ ദേശഭക്തി ഗീതത്തെ വെട്ടിമുറിക്കാൻ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയതയ്ക്ക് അതിൻ്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് ശ്രമിച്ച കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുസ്ലിം ലീഗിൻ്റെ വാക്കുകേട്ട് മുഹമ്മദ് അലി ജിന്നയുടെ ആവശ്യം പരിഗണിച്ച് വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ മാത്രം എടുക്കുകയും ബാക്കി 2 സ്റ്റാൻസകൾ നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ പരിപാടികളിലെല്ലാം വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് സമ്പൂർണമായും ആലപിച്ചിരുന്നു. ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇതിനു മറുപടിയായി പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച പ്രിയങ്ക വാദ്ര ഗാന്ധി അവർ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. അത് ചിലതൊക്കെ ഞാൻ ഇവിടെ പരാമർശിക്കാം. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മകളാണ് പ്രിയങ്ക വാദ്ര ഗാന്ധി. ഈ പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയത് നരേന്ദ്രമോദി 12 വർഷമായി രാജ്യം ഭരിക്കുന്നു, ഏതാണ്ട് അത്രയും കാലം നെഹ്റു ജയിലിൽ കിടന്നു എന്നാണ്. എന്നു മാത്രമല്ല, നെഹ്റു ISRO തുടങ്ങിയത് കൊണ്ട് ഇന്ന് മംഗൾയാൻ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചു. നെഹ്റു എയിംസ് തുടങ്ങിയത് കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിച്ചു. ഇങ്ങനെ നെഹ്റു തുടങ്ങിയ പലതും ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് നിങ്ങൾ നെഹ്റുവിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് എന്നാണ് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, വരാൻ പോകുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP ഈ വന്ദേമാതരം ഒരു ചർച്ചയാക്കുന്നതെന്നും അവർ പറഞ്ഞു. ഈ വാദങ്ങൾ ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ വന്ദേമാതരം ചർച്ചയായത്? അപ്പോൾ വന്ദേമാതരത്തിൻ്റെ 150ാം ജന്മദിനം, പിറന്നാൾ ദിനം എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? ഈ നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് ചരിത്രം അറിയില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. പക്ഷേ പാർലമെന്റ് പോലൊരു സ്ഥലത്ത് വന്ന് സംസാരിക്കുമ്പോൾ പ്രിയങ്കയെ പോലെയുള്ളവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണം, സംസാരിക്കണം എന്നത് കോൺഗ്രസ് മറന്നുപോയിരിക്കുന്നു. അങ്ങനെ ബംഗാൾ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടാണെങ്കിൽ ഇത് ബംഗാളിൽ സംസാരിച്ചാൽ പോരെ? ഇത് ബംഗാളിൽ മാത്രം ചർച്ചയാക്കിയാൽ പോരെ? എന്തിന് രാജ്യം മുഴുവനും ഇതിനെ ചർച്ചയാക്കണം? അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചിട്ട് 150 വർഷങ്ങൾ പൂർത്തിയായി എന്ന സത്യം അംഗീകരിക്കാൻ, അത് ആദരിക്കപ്പെടാൻ ഒന്നും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം പ്രിയങ്ക അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നെഹ്റു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന അത്രയും കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു എന്നാണ് പ്രിയങ്ക പ്രസംഗിച്ചത്. ഏത് ജയിലിൽ എന്ന് ചോദ്യം. നെഹ്റു പലപ്പോഴും വീട്ടുതടങ്കലിലായിരുന്നു. ഏത് ജയിലിലാണെങ്കിലും അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭിച്ചിരുന്നു. വായിക്കാൻ വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, മനോരഞ്ജകമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ചുരുട്ട് വലിക്കുന്ന ശീലമുണ്ടായിരുന്നു. ആ ചുരുട്ട് പോലും ജയിലിൽ കിട്ടിയിരുന്നു അദ്ദേഹത്തിന്.
ബ്രിട്ടീഷുകാർ സർവ്വ സുഖ സൗകര്യങ്ങളും നൽകിയാണ് നെഹ്റുവിനെ ജയിലിൽ പാർപ്പിച്ചത്. നമ്മളത് മനസ്സിലാക്കണം. അതേസമയം വീര സവർക്കർ ജയിലിൽ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കൽത്തുറങ്കിൽ കാൽച്ചങ്ങലയും കൈവിലങ്ങുകളും ഇട്ട് തല നിവർത്തി നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു കൂടസ് മുറിയിൽ, ഒന്ന് തിരിയാനും പിരിയാനും പോലും സാധിക്കാത്ത വണ്ണം, തല നിവർത്തി ഒന്ന് നിൽക്കാൻ പറ്റാത്ത വണ്ണം ഉള്ള ഒരു ഇടുങ്ങിയ മുറിയിൽ അദ്ദേഹത്തെ അടച്ചു. എത്ര വർഷം അദ്ദേഹം അവിടെ കിടന്നു? വീര സവർക്കർ ജയിലിൽ കിടന്ന കാലവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നെഹ്റു സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രനായി വീട്ടുതടങ്കലിലാണ് കഴിഞ്ഞത്. എന്തേ ഈ സത്യം പ്രിയങ്കയ്ക്ക് അറിയില്ലേ? മറന്നുപോയോ? എങ്കിൽ ഓർമ്മിപ്പിക്കാം ഞങ്ങൾ. കാരണം നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള MP ആണ്. വയനാട്ടിലെ ജനങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ചത്. വയനാട്ടിലെ ജനങ്ങൾ ദേശസ്നേഹികളാണ്. കേരളീയരാരും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരല്ല. മലയാളിയുടെ ദേശസ്നേഹം വളരെ പ്രസിദ്ധമാണ്. അതിനെക്കുറിച്ചുള്ള കവിതയൊന്നും ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നില്ല. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് കവി പാടിയത് വെറുതെ ഒന്നുമല്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രിയങ്കയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ എങ്കിൽ അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി നെഹ്റു ISRO സ്ഥാപിച്ചു. നെഹ്റു അല്ല, ഇന്ത്യ ഗവൺമെന്റാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. നെഹ്റുവിന്റെ കടമയാണ്. ഇന്ന് മംഗൾയാനിൽ നമ്മൾ വിജയിച്ചെങ്കിൽ ആ വിജയത്തിൽ 140 കോടി ജനങ്ങളോടൊപ്പം നരേന്ദ്രമോദിക്കും പങ്കുണ്ട്. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ നയിക്കുന്നത് കൊണ്ടാണ്, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സത്യസന്ധമായി നയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കും ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. അല്ലാതെ ആകാശത്തും ഭൂമിയിലും പാതാളത്തും അഴിമതി നടത്തുന്ന ഒരു സർക്കാരായിരുന്നെങ്കിൽ മംഗൾയാൻ എന്ന് പോയിട്ട് എന്ന് പറയാനുള്ള ശേഷി പോലും നമ്മുടെ രാജ്യത്തിനുണ്ടാകില്ലായിരുന്നു. നിങ്ങളിപ്പോൾ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അത് സ്ഥാപിച്ചത് നെഹ്റു, ഇത് സ്ഥാപിച്ചത് നെഹ്റു, മറ്റത് സ്ഥാപിച്ചത് നെഹ്റു, അങ്ങനെ നെഹ്റു അതൊക്കെ സ്ഥാപിച്ചത് കൊണ്ട്, നെഹ്റു DRDO ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന് തേജസ് വിമാനം നിർമ്മിക്കാൻ സാധിച്ചു. ഇത് നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നെങ്കിൽ ഇന്നത്തെ നേട്ടങ്ങളുടെ അവകാശം ഇന്നത്തെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? ഈ 1960കളിൽ നടന്ന പല ഈ ISROയുടെ സ്ഥാപനത്തെ കുറിച്ച് തന്നെ വലിയ ഇതൊക്കെ ഉണ്ട്. നെഹ്റു മരിച്ചതിന് ശേഷമാണ് ISRO പ്രവർത്തനം ആരംഭിച്ചതെന്നൊക്കെയുള്ള വാദങ്ങൾ പലതുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നെഹ്റുവിന്റെ സംഭാവനകളെ കുറച്ചും കാണുന്നില്ല. പക്ഷെ അതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കടമയാണ് എന്ന് നിങ്ങൾ മറന്നുപോയി. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കടമ ഇപ്പോൾ നരേന്ദ്രമോദി നിർവഹിക്കുന്നുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ ഭൂരിഭാഗവും അക്കാര്യത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിന് എതിരു പറയുന്നവർ പോലും, അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും അദ്ദേഹത്തെ അഴിമതിക്കാരനോ കൊള്ളയടിക്കുന്നയാളോ ഒന്നുമായിട്ട് ചിത്രീകരിക്കുന്നില്ല. അവർ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. നോക്കൂ, ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷമായിട്ട് സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണവും കൊണ്ടുവരാൻ, ചില ഉണ്ടയില്ല വെടികൾ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല, ഒരു അഴിമതി ആരോപണം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വോട്ട് ചോരി പോലെയുള്ള EVM ക്രമക്കേട് പോലെയുള്ള ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കാലം കഴിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഇവിടെ പറഞ്ഞ് തീർക്കാൻ, അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് നരേന്ദ്രമോദിക്ക് വന്ദേ മാതരത്തെ ചർച്ചയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ചതാണ്. വന്ദേ മാതരത്തിന്റെ 150ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന്. ആ വന്ദേ മാതരത്തെ വെട്ടിമുറിച്ച നെഹ്റുവിന്റെ പിന്മുറക്കാരിയാണ് പ്രിയങ്ക എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നിട്ടില്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളത് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. പ്രിയങ്ക ഗാന്ധി ദയവായി ഒരു കാര്യം തിരിച്ചറിയണം. വന്ദേ മാതരം എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യയുടെ ഉണർത്തുപാട്ടാണ്. ഇന്ത്യയുടെ ഈ ദേശീയ ഗീതം വെറുമൊരു ഗീതമല്ല, മറിച്ച് ധീരദേശാഭിമാനികളെ ആവേശം കൊള്ളിക്കുന്ന, അവർക്ക് ഊർജം പകരുന്ന, അവർക്ക് മാർഗദർശനം നൽകുന്ന ഒരു ദിവ്യ മന്ത്രമാണ് വന്ദേ മാതരം. ആ വന്ദേ മാതരത്തെ വെട്ടിമുറിച്ചവർക്ക് മാപ്പ് കൊടുക്കില്ല ഈ രാഷ്ട്രം ഒരിക്കലും.
ആ വന്ദേമാതരത്തെ വെട്ടിമുറിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യവും പിന്നീട് വെട്ടിമുറിക്കപ്പെട്ടത് എന്ന സത്യം ഇന്നത്തെ തലമുറ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും തലമുറകൾ അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെപ്പോലുള്ള ഇത് വെട്ടിമുറിക്കാൻ, വന്ദേമാതരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും വെട്ടിമുറിക്കാൻ ശ്രമിച്ചവർക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല എന്നും മാത്രം നിങ്ങൾ ഓർത്തുകൊള്ളുക.